വെനസ്വേലയിൽ അമേരിക്ക ആക്രമണം തുടരുന്നതായി റിപ്പോർട്ട്. വെനസ്വേലയുടെ താൽക്കാലിക പ്രസിഡന്റായി ഡെൽസി റോഡ്രിഗസ് ചുമതലയേറ്റതിന് പിന്നാലെയാണ് അമേരിക്കയുടെ ആക്രമണം. അതേസമയം അമേരിക്കൻ തെമ്മാടിത്തരത്തിന് മുന്നിൽ കീഴടങ്ങാതെ നിക്കോളാസ് മഡൂറോ താൻ യുദ്ധത്തടവുകാരനെന്നും നിരപരാധിയെന്നും മാൻഹട്ടനിലെ കോടതിയിൽ മഡൂറോ പറഞ്ഞു. കേസ് മാർച്ച് 17 വീണ്ടും കേൾക്കും. അമേരിക്കയുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്ന് ഡെൽസി റോഡ്രിഗസ് നിലപാട് മയപ്പെടുത്തിയതിനു ശേഷവും വെനസ്വേലയിൽ അമേരിക്ക ആക്രമണം അയച്ചുവിടുകയായിരുന്നു. മഡൂറോക്കൊപ്പമാണ് വെനസ്വേല എന്ന ഡെൽസി റോഡ്രിഗസിന്റെ പ്രഖ്യാപനത്തിനെതിരെ ഭീഷണിയുമായി ട്രംപ് രംഗത്ത് വന്നിരുന്നു. അമേരിക്കയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നായിരുന്നു ഭീഷണി. അതേസമയം മാൻഹട്ടിലെ കോടതിയിൽ ഹാജരാക്കിയ നിക്കോളാസ് മഡൂറോ അമേരിക്കൻ തിട്ടൂരത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല. നിരപരാധിയാണെന്നും തന്നിൽ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങളൊന്നും താൻ ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. താൻ തന്നെയാണ് വെനസ്വേലയുടെ പ്രസിഡന്റെന്നും യുദ്ധത്തടവുകാരനാണെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യ സീലിയയും കുറ്റം നിഷേധിച്ചു. നിയമവിരുദ്ധമായി മയക്കുമരുന്ന് കടത്തി, അതുവഴി അന്താരാഷ്ട്ര തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് മഡൂറോക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്നാൽ വെനസ്വേലയുടെ സമ്പന്നമായ എണ്ണസമ്പത്ത് കൊള്ളയടിക്കുക എന്നതാണ് അമേരിക്കൻ ലക്ഷ്യം. അതേസമയം ഗ്രീൻലാൻഡിലും കൊളംബിയയിലുമടക്കം കടന്നുകയറുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അധിനിവേശം നടത്താനാണ് അമേരിക്കൻ മുതലാളിത്തത്തിന്റെ പദ്ധതി. US കടന്നുകയറ്റത്തെ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി അപലപിച്ചു. വെനസ്വേലയുടെ പരമാധികാരത്തിന് നേരെയുള്ള സൈനിക നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.